അസ്സലാമു അലൈക്കും. ആധുനിക തുർക്കി ഇസ്ലാമിക ലോകത്ത് അല്ലെങ്കിൽ മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ചിലപ്പോൾ ചിലർക്ക് തുർക്കി എന്നത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശക്തിയുണ്ടായിട്ടും ഉപയോഗിക്കാത്ത ഒരു രാഷ്ട്രമായി ചിലർ കരുതുന്നു. മറ്റു ചിലർ തുർക്കി എന്നതിനെ ഇപ്പോൾ നിലവിലുള്ള വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലെ ഏറ്റവും ശക്തിയാർന്ന തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു രാഷ്ട്രമായും ചിലർ തുർക്കിയെ പരിഗണിക്കുന്നു. ഈ രണ്ട് വായനകൾക്കിടയിലാണ് തുർക്കി ഇന്ന് അറിയപ്പെടുന്നത്. ഇതിന് രണ്ടിനും സവിശേഷമായ കാരണങ്ങളുണ്ട്. ഞാൻ ഈ ഒരു ആമുഖം വെച്ചുകൊണ്ട് തുടങ്ങാൻ പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ ഫലസ്തീൻ വിഷയം പൊങ്ങി വന്നപ്പോൾ തുർക്കിയുടെ പല നിലപാടുകളും അത് ഇരട്ടത്താപ്പാണെന്നും തുർക്കി അവസരവാദ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തുർക്കിയുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ തുർക്കിയുടെ സ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കുന്ന ചില സമീപനങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം ലോകങ്ങളിൽ നിന്നും ഇസ്ലാമിക സംഘടനകളുടെ ലോകത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ തുർക്കിയുടെ അവർ പ്രാദേശികമായും ആഗോളതലത്തിലും സ്വീകരിക്കുന്ന നയതന്ത്രങ്ങളെക്കുറിച്ചുള്ള അജ്ഞതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തുർക്കിയെക്കുറിച്ച് ഈ ഒരു സമകാലിക രാഷ്ട്രീയ വിശകലനം നടത്തുന്നതിന് മുമ്പ് തുർക്കിയുടെ ഇന്ന് എത്തി നിൽക്കുന്ന തുർക്കിയുടെ ഒരു ഇമേജ് നമ്മൾ അറിയേണ്ടതുണ്ട്. 1920കളോടെ അവിടെ ഉണ്ടായിരുന്നു എന്ന് കരുതുന്ന ഒരു ഖിലാഫത്ത് തകർന്നടിയുകയും പിന്നീട് കമാലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആധുനിക തുർക്കി, റിപ്പബ്ലിക് ഓഫ് തുർക്കി എന്നത് രൂപപ്പെടുകയും ചെയ്തു. അതിനുശേഷം സെക്യുലറിസം അതിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രം അതിലൂടെ ജനങ്ങളെ കൺട്രോൾ ചെയ്യുക, പുതിയ നിയമങ്ങൾ വെസ്റ്റേണൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ യൂറോപ്യനൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി നിരവധി തീരുമാനങ്ങളും നയങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുകയും മുസ്ലിം ലോകവുമായിട്ടുള്ള സകലവിധ ബന്ധങ്ങളും ഉപേക്ഷിക്കുകയും 50കൾക്ക് ശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് ഫലസ്തീൻ ഭാഗത്ത് രൂപപ്പെട്ടതിന് ശേഷം ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രാഷ്ട്രമായി തുർക്കി മാറുകയുണ്ടായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം യൂറോപ്യൻ രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കണമെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അനിവാര്യമായിരുന്നു. കാരണം 2 കാരണങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഞങ്ങൾ മുസ്ലിം ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് സ്വന്തം ജനതയെയും ലോകത്തെയും കാണിക്കുക. രണ്ടാമത് യൂറോപ്യൻ യൂണിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്മീഷൻ എന്ന് മുമ്പ് വിളിച്ചിരുന്ന ഇന്ന് യൂറോപ്യൻ യൂണിയൻ എന്ന് വിളിക്കുന്ന ആ ഒരു രാഷ്ട്രഘടനയിലേക്ക്, ലോകഘടനയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ ഇസ്രായേലിനെ അംഗീകരിക്കണമെന്ന് പറയുന്ന ഒരു അനിവാര്യതയും കൂടി ഉണ്ടായിരുന്നു. ഈ 2 സാഹചര്യത്തിൽ ഇസ്രായേലിനെയും അംഗീകരിക്കുകയും ഇസ്രായേലിൻ്റെ എംബസി തുർക്കിയിൽ 1953 അവിടെ തുടക്കമിടുകയും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇസ്രായേലുമായിട്ടുള്ള നല്ല ബന്ധങ്ങൾ അവർ രൂപപ്പെടുത്തുകയും ചെയ്തു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കമാൽ പാഷ എന്തിൻ്റെ പേരിലാണ് ആധുനിക തുർക്കി ഉണ്ടാക്കിയത്? കമാൽ പാഷ തുർക്കി ഉണ്ടാക്കിയത് തന്നെ യൂറോപ്യൻ ഐഡൻറ്റിറ്റി അത് സ്വീകരിക്കുന്ന, യൂറോപ്യൻ നിയമങ്ങൾ കടമെടുത്ത ഒരു രാഷ്ട്രം യൂറോപ്യൻ എൻറ്റിറ്റിയിലേക്ക് കടന്നു കയറാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെടുത്തുക, യൂറോപ്യനായി അവരുടെ രാഷ്ട്രഘടന മാറ്റുക എന്നുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതിനുവേണ്ടി കമാൽ പാഷ അല്ലെങ്കിൽ അത്താതുർക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാനും ശ്രമിച്ചു. പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയും തുർക്കിക്ക് ഇതുവരെയും യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് കിട്ടിയിട്ടില്ല. കാരണം യൂറോപ്യൻ യൂണിയനിലെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും തുർക്കിയെ ഇസ്ലാമിക നാടായിട്ടാണ് കാണുന്നത്.
സ്വന്തം നാട്ടിലെ ജനങ്ങളെ അവരുടെ വസ്ത്രം വലിച്ചെറിഞ്ഞ് യൂറോപ്യൻ ഹാറ്റും ഡ്രസ്സും കടമെടുക്കുകയും അറബിയിൽ വിളിച്ചിരുന്ന ബാങ്കിനെ ടർക്കിഷ് ഭാഷയിൽ വിളിക്കുകയും അവിടെയുള്ള മദ്രസകളെയും അവിടെയുള്ള സൂഫി ത്വരീഖത്തുകളെയും പള്ളികളും മറ്റും അടച്ചു കളയുകയും അവിടെ പേർഷ്യൻ സ്ക്രിപ്റ്റിൽ എഴുതിയിരുന്ന അല്ലെങ്കിൽ അറബ് മോഡലുണ്ടായിരുന്ന ടർക്കിഷ് ഭാഷയെ ഇംഗ്ലീഷൈസ് ചെയ്ത അത്രത്തോളം സെക്യുലറൈസേഷൻ വളരെ തീവ്രമായി നടപ്പിലാക്കിയിട്ട് പോലും കമാൽ പാഷയ്ക്ക് യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് കിട്ടിയില്ല. കാരണം അവർ കരുതിയിരുന്നത് തുർക്കിക്കെങ്ങാനും യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കിട്ടുകയാണെങ്കിൽ അവിടെ യൂറോപ്പിൻ്റെ കൾച്ചറൽ ഒരു ഇൻവേഷൻ സംഭവിക്കും, മുസ്ലിങ്ങൾ യൂറോപ്പിൽ ആധിപത്യം നേടും, യൂറോപ്യ ആയി മാറും എന്നൊക്കെ ചില ഇസ്ലാമോഫോബുകളായ പല രാഷ്ട്രീയ നേതാക്കളും പ്രത്യേകം എടുത്ത് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാം. അന്നും ഇന്നും ഇതേ അവസ്ഥ തന്നെയാണ് തുർക്കിക്കുള്ളത്. എന്നാൽ യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടാണ് തുർക്കി ഈ ഒരു ഇസ്രായേലിനെ അംഗീകരിക്കുന്ന സമീപനം പോലും അന്ന് ചെയ്തത്. ഇതിനുശേഷം വീണ്ടും തുർക്കിയിൽ സമാധാനമൊന്നും ഉണ്ടായിട്ടില്ല. ഏകദേശം 4 പട്ടാള അട്ടിമറികളാണ് തുർക്കിക്ക് നേരിടേണ്ടി വന്നത്. ജനകീയമായ 1950-കൾക്ക് ശേഷം മൾട്ടി പാർട്ടി സിസ്റ്റം തുർക്കിയിൽ നിലവിൽ വന്നു. അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് 1960-ൽ ആദ്യ പട്ടാള അട്ടിമറി ഉണ്ടായി. അതിനുശേഷം വീണ്ടും ചില പാർട്ടികൾ ഉയർന്നു വന്നു. വീണ്ടും 1970-ൽ രണ്ടാമത്തെ പട്ടാള അട്ടിമറി ഉണ്ടായി. മൂന്നാമത്തെ പട്ടാള അട്ടിമറി 1981-ലുണ്ടായി. 1995-ൽ തുർക്കിയിൽ ഒരു പുതിയ പ്രവണത രൂപപ്പെട്ടു. അത് 1970-കളിലൂടെ ശക്തമായിരുന്നു. തുർക്കി അന്ന് കരുതിയിരുന്നത് അവരുടെ സെക്യുലറിസത്തെ ആരൊക്കെ ചോദ്യം ചെയ്തുവോ അവരൊക്കെയും ദേശവിരോധികളായിരുന്നു. അതിൽ പ്രധാനമായും കുർദിഷ് ജനതയാണ്. കുർദുകളെ വില്ലന്മാരാക്കി തന്നെയാണ് ചിത്രീകരിച്ചിരുന്നത്. ഒരുപാട് പേർ കൊല ചെയ്യപ്പെട്ടു. അതിനൊരു റിയാക്ഷണറി എന്ന തലത്തിൽ കുർദുകൾക്കിടയിൽ മാവോയിസ്റ്റ്, നക്സലൈറ്റ്, തീവ്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപപ്പെട്ടു. അവരും കുർദിഷ് മിലിറ്ററിയും തമ്മിൽ ശക്തമായ അടികളുണ്ടായി. ആയിരക്കണക്കിന് ആൾക്കാർ, കുർദുകളും തുർക്കികളും തുർക്കി സൈനികരും കൊല ചെയ്യപ്പെട്ടു. ഒരു നീണ്ട രക്തമെങ്കിലുമായ ചരിത്രമാണ് അവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1960-കൾക്ക് ശേഷം തുർക്കിയിൽ ഏറ്റവും സുപ്രധാനനായ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ, അദ്ദേഹം ഇസ്ലാമിക ലോകത്ത് ഒരുപാട് വലിയ സ്വാധീനം ചെലുത്തിയ സൂഫി വര്യനായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയും പ്രത്യേകിച്ച് നജമുദ്ദീൻ അർബക്കാനെ പോലുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായ സാഹിദ് കോത്കു അദ്ദേഹം നജമുദ്ദീൻ അർബക്കാനെയൊക്കെ പോലുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടുകയും ഒരു മുസ്ലിം മാനദണ്ഡമുള്ള അല്ലെങ്കിൽ ഇസ്ലാമിക അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിന് കൽപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് 60-70കളോടുകൂടി തുർക്കിയിൽ ഒരു മുസ്ലിം പൊളിറ്റിക്സ് രൂപപ്പെടുന്നത്. അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഒരു മുസ്ലിം പൊളിറ്റിക്സ് രൂപപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശഫലമായിട്ടായിരുന്നു. ഷെഹസാദ് കോത്കുവിന് സലാമത്ത് എന്നും റഫ എന്നും നിസാം എന്നൊക്കെയുള്ള വിവിധ പൊളിറ്റിക്കൽ തോട്ട്സുകൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ നമുക്ക് കാണാം. അതായത് ഒരു മുസ്ലിം നിസാം, ഒരു ഘടന രൂപപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒരു സലാമത്ത്, മുസ്ലിം സമൂഹത്തിൻ്റെ സുരക്ഷയും സേഫ്റ്റിയും സെക്യൂരിറ്റിയൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു രാഷ്ട്രീയ മാനം ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. അതുപോലെ തന്നെ റഫ, വെൽഫെയർ, ക്ഷേമരാഷ്ട്ര സങ്കല്പം നമ്മുടെ മാനത്തിൽ നിന്ന് രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ് എന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ നജമുദ്ദീൻ അർബക്കാൻ ഓരോ പ്രാവശ്യം പാർട്ടി ഉണ്ടാക്കുമ്പോൾ പോലും ഈ സലാമത്ത് പാർട്ടി എന്ന പേരിൽ ആദ്യം പാർട്ടി ഉണ്ടാകുന്നു, നിസാമി പാർട്ടി എന്നുള്ള പേരിൽ പാർട്ടി ഉണ്ടാക്കുന്നു. ആ പാർട്ടിയെ മിലിറ്ററി ബാൻ ചെയ്യുന്നു. വീണ്ടും അടുത്ത പാർട്ടി അദ്ദേഹം സലാമത്ത് പാർട്ടി എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കുന്നു, അതിനെയും മിലിറ്ററി ബാൻ ചെയ്യുന്നു. അവസാനം 1995-കളിൽ അദ്ദേഹം വെൽഫെയർ പാർട്ടി, അതായത് റഫ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പദങ്ങളെല്ലാം ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായ അദ്ദേഹത്തിൻ്റെ ചിന്തകളാണ്. അത് പൊളിറ്റിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന തരത്തിലാണ് അതേ പേരുകൾ തന്നെ നജമുദ്ദീൻ അർബക്കാനും കൂടെയുള്ള സ്കോളേഴ്സും രാഷ്ട്രീയക്കാരും തിരഞ്ഞെടുത്തത് തന്നെ. അതിൻ്റെ ഫലമായി 1975 ഇലക്ഷൻ നിൽക്കുകയും ആദ്യമായി
കമാലിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരാൾ അവിടെ പ്രധാനമന്ത്രിയായി മാറുന്നു. അത് നജമുദ്ദീൻ അർബക്കാനാണ്. ആ സമയത്ത് എർദോഗാനെല്ലാം അവിടെ ഖതീബ് കോഴ്സ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട് തുർക്കിയിൽ. ദിയാനത്ത് എന്ന് പറയുന്ന റിലീജിയസ് ഡയറക്ടറേറ്റ് സംവിധാനമുണ്ട്. അതിൻ്റെ കീഴിൽ ഖതീബ് ഒരു കോഴ്സുണ്ട്. യഥാർത്ഥത്തിൽ ഈ കോഴ്സ് തുർക്കിഷ് ഇസ്ലാം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ രൂപീകരിച്ച ഒരു ഇസ്ലാമുണ്ട്. ആ ഇസ്ലാം മാത്രം പഠിക്കുന്ന, കമാലിസ്റ്റുകൾ പറയുന്ന ഇസ്ലാമിക വായന മാത്രം പഠിക്കേണ്ട ഒരു വിഭാഗത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് തുർക്കിഷ് ഇസ്ലാമിക് സിന്തസിസ് എന്ന പേരുള്ള തുർക്കിഷ് ഇസ്ലാം. യഥാർത്ഥത്തിൽ സംഭവിച്ചത് കമാലിസ്റ്റുകൾ ഉണ്ടാക്കിയ ഈ സംവിധാനത്തിലൂടെ ഉണ്ടായവർ കമാലിസത്തിന് തന്നെ ശക്തമായ എതിരാളികളായി മാറി. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രൊഡക്റ്റാണ് റജബ് തയ്യിബ് എർദോഗാൻ. അദ്ദേഹം ആ സമയത്ത് ഖതീബ് കോഴ്സ് പഠിക്കുന്ന, പിന്നീട് എക്കണോമിക്സ് ഒക്കെ പഠിച്ച മനുഷ്യനായിരുന്നു. ഈ നജമുദ്ദീൻ അർബക്കാൻ്റെ കീഴിൽ വെൽഫെയർ പാർട്ടിയിൽ അംഗമായി ചേരുകയും ഇസ്താംബുൾ മേയർ ഇലക്ഷൻഷിപ്പിൽ പങ്കെടുക്കുകയും ഇസ്താംബുൾ മേയറായി ജയിക്കുകയും ചെയ്യുന്നതോടുകൂടി റജബ് തയ്യിബ് എർദോഗാൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ്റെ രംഗപ്രവേശനം സാധ്യമാവുന്നു. അങ്ങനെ 995 മുതൽ 2 വർഷം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് 97 അടുത്ത പട്ടാള അട്ടിമറി സംഭവിക്കുന്നു. അതിനെ സോഫ്റ്റ് കൂ എന്നാണ് വിളിക്കുക. വളരെ മൃദുലമായ പട്ടാള അട്ടിമറി. അതായത് മുൻകാല പട്ടാള അട്ടിമറിയേക്കാളും കുറച്ച് വ്യത്യസ്തമായി രക്തം ചൊരിയാതെ ഇവിടെ പാർലമെൻറ്റും അതുപോലെ തന്നെ പിടിച്ചടക്കുകയും അവിടെയുള്ള ജുഡീഷ്യറി, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, മീഡിയ, അക്കാദമിക ലോകങ്ങൾ, ഇതെല്ലാം കൂടി നജമുദ്ദീൻ അർബക്കാൻ്റെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും റഫാ പാർട്ടിയെയും വില്ലനൈസ് ചെയ്യുകയും അങ്ങനെ അതിൻ്റെ പേരിൽ പട്ടാളം വന്ന് ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്ന ചരിത്രമാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം, ഒരു ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത്, തുർക്കിയിൽ ഒരു ഭാഗത്ത് ഫലസ്തീൻ അനുകൂല പരിപാടി നടന്നു. ആ പരിപാടിയിൽ ഇറാനിൽ നിന്ന് ഒരു പ്രതിനിധി അതിൽ പങ്കെടുത്തു. പരിപാടി നടത്തിയത് വെൽഫെയർ പാർട്ടി, അതായത് റഫാ പാർട്ടിയുടെ ആൾക്കാരായിരുന്നു. അതാണ് ഒരു ഇസ്ലാമിക മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരിപാടി നടത്തുന്നു, അത് തുർക്കിയുടെ സെക്കുലറിസത്തിനും ഭരണഘടനയ്ക്കും എതിരാണ് എന്ന പേരിലാണ്. അതോടുകൂടി ആ പേരുപയോഗിച്ചുകൊണ്ട് ഈ സോഫ്റ്റ് കൂ എന്ന് പറയുന്ന പട്ടാള അട്ടിമറി 1997 നടക്കുന്നത്. അതിനുശേഷം ഈ പാർട്ടി പിരിച്ചുവിടപ്പെടുന്നു. എന്നാൽ സാദത്ത് പാർട്ടി എന്ന് പറയുന്ന മറ്റൊരു പാർട്ടി എർബക്കാൻ തന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ രൂപീകരിക്കുന്നു. പക്ഷേ 2000 ആ പാർട്ടി വിഘടിക്കപ്പെടുന്നു. ഫളീല പാർട്ടി നടന്ന പാർട്ടിയാണ് രൂപീകരിക്കുന്നത്. 2000 ആ പാർട്ടി വിഘടിക്കപ്പെടുന്നു. എർദോഗാനും അദ്ദേഹത്തിൻ്റെ കുറച്ച് റെവല്യൂഷണറി എന്ന് അന്ന് രാഷ്ട്രീയം വിളിച്ചിരുന്ന എർദോഗാനും അബ്ദുള്ള ഗുലും അഹമ്മദ് ദാവൂദ് ഓഗ്ലുവിനെ പോലുള്ള കുറേ രാഷ്ട്രീയക്കാർ, ഒരു മോഡറേറ്റ് നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയക്കാർ അദാലത്ത് കൽക്കുംന പാർട്ടി AKP എന്ന് പറയുന്ന പാർട്ടി രൂപീകരിക്കുന്നു. അതാണ് തുർക്കിയുടെ ഒരു പുതിയ മാറ്റം സംഭവിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. നജമുദ്ദീൻ അർബക്കാനൊക്കെയും ഇസ്ലാമിക് കറൻസി വേണം എന്ന് ആവശ്യപ്പെട്ട ആളാണ്. അതായത് യൂറോ അല്ല, ലിറ അല്ല, അതിനേക്കാളും അപ്പുറം ഒരു ബദൽ, ഒരു ഓൾട്ടർനേറ്റീവ് കറൻസി സിസ്റ്റം തന്നെ വേണമെന്ന് പറഞ്ഞു. യൂറോപ്യൻ യൂണിയനെ ക്രിസ്ത്യൻ ക്ലബ്ബ് എന്ന് പരിഹസിച്ച ആളാണ്. കാരണം ഇത്രയും കാലവും യൂറോപ്യൻ യൂണിയൻ മെമ്പർഷിപ്പ് നേടുവാൻ തുർക്കി പരിശ്രമിച്ചിട്ടും കിട്ടാത്തത് കൊണ്ട്, നിങ്ങൾ ക്രിസ്ത്യൻ ക്ലബ്ബായതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങൾ മെമ്പർഷിപ്പ് തരാത്തത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ ആളാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുറച്ചും കൂടി തീവ്രമാണ് എന്നായിരുന്നു AKP പാർട്ടിയുടെ അല്ലെങ്കിൽ എർദോഗാനെ പോലുള്ള ആൾക്കാർ നിരീക്ഷിച്ചത്. അതുകൊണ്ടാണ് പാർട്ടി വിഘടിപ്പിക്കപ്പെടുകയും ചെയ്തത്. എന്നാൽ 2001 നടന്ന ഇലക്ഷനോടുകൂടി 37% AK പാർട്ടി തുർക്കിയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർട്ടി ഭൂരിപക്ഷം നേടുന്ന സംഭവം ഉണ്ടാകുന്നു. അന്ന് മുതൽ ഇന്ന് വരെയും AK പാർട്ടി 2001 മുതൽ അധികാരത്തിലേറിയ AK പാർട്ടി 2024 ഭരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 2015 ശേഷമുള്ള ഇലക്ഷനിൽ AK പാർട്ടിക്ക് ചില സഖ്യകക്ഷികൾ രൂപപ്പെടുത്തേണ്ട ആവശ്യം വന്നു. അതിൻ്റേതായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ വേറെയാണ്. എന്നാൽ പോലും 2001 മുതൽ 2024 വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു 2 പതിറ്റാണ്ടുകളുടെ കാലഘട്ടത്തിൽ AK പാർട്ടി പ്രധാന ഭരണകക്ഷിയായി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു മാറ്റം രാഷ്ട്രീയ ലോകത്ത് മാത്രമല്ല, സെക്യുലറിസം എന്ന് പറയുന്ന തുർക്കിയുടെ ഒരു അൾട്രാ സെക്യുലറിസം, ഫ്രഞ്ച് സെക്യുലറിസമാണ് തുർക്കി കടമെടുത്തിരുന്നത്. ലേഷിസം എന്നാണ് അതവിടെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം, മതപരമായ ഒരു തരത്തിലുമുള്ള ഈ പൊതു ഇടങ്ങളിലെ സാന്നിധ്യത്തെ അവർ അംഗീകരിച്ചിരുന്നില്ല.
അതെല്ലാം ഭരണഘടനയ്ക്കും തുർക്കിയുടെ സെക്യൂരിറ്റിക്കും വിരുദ്ധമാണ് എന്നാണ് കണ്ടത്. നിങ്ങളിപ്പോഴും യൂട്യൂബിൽ തപ്പി നോക്കുമ്പോൾ കാണാൻ കഴിയും 1990കളിൽ ഏതെങ്കിലും മഫ്തയിട്ട പെണ്ണുങ്ങൾ യൂണിവേഴ്സിറ്റികളുണ്ടെങ്കിൽ അവരെ പിടിച്ചു വലിച്ചുകൊണ്ട് പുറന്തള്ളുന്നത് ഇപ്പോഴും കാണാം. മർവ കവാച്ചി എന്നറിയപ്പെട്ട വെൽഫെയർ പാർട്ടി റഫ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥി പാർലമെൻറ്റിലേക്ക് കയറി വരുമ്പോൾ അവരെ ബഹളം വെച്ച് പോലീസിനെ കൊണ്ട് പുറന്തള്ളിച്ച സംഭവമുണ്ട്. നിങ്ങൾ കർമ്മ എന്ന് നമ്മൾ പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ മർവ കവാച്ചി പിന്നീട് എർദോഗാൻ്റെ മലേഷ്യയിലേക്കുള്ള അംബാസഡറായി മാറി. അവരുടെ മകൾ ഫാത്തിമ കവാച്ചി എർദോഗാൻ വിവിധ യൂറോപ്യൻ പ്രത്യേകിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ എർദോഗാൻ്റെ ഇൻ്റർപ്രറ്ററായി ഫാത്തിമ കവാച്ചി മാറി. അത്രത്തോളം ഒരു മാറ്റം. ഇവിടെ ഞാൻ പറയുന്നത് ഒരു മതത്തിനെ പബ്ലിക് ഇടങ്ങളിൽ പൊതു ഇടങ്ങളിൽ അംഗീകരിക്കാത്ത ഒരു ലോകത്തിൽ നിന്ന് അത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം എർദോഗാൻ കഴിഞ്ഞു. കുർദുകൾ എന്ന് പറയുന്നത് വില്ലനായിട്ടും സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടും കണ്ടിരുന്ന ലോകത്ത് കുർദിഷ് ഭാഷയ്ക്ക് ദേശീയവൽക്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവർക്ക് റേഡിയോയിലും അവരുടെ കരിക്കുലവും കുർദ് ഭാഷയിൽ തന്നെ നൽകി. അവർക്ക് രാഷ്ട്രീയപരമായ എംപവർമെൻറ്റ്, ഒരു ഉന്നമനം നൽകാനുള്ള രാഷ്ട്രീയ സാന്നിധ്യം അദ്ദേഹം ഉറപ്പുവരുത്തി. എത്രത്തോളം എന്നാൽ കുർദുകൾക്ക് രാഷ്ട്രീയ അവകാശം നൽകിയ എർദോഗാനെ തന്നെ അതേ രാഷ്ട്രീയ അവകാശം ഉപയോഗിച്ചുകൊണ്ട് എർദോഗാൻ്റെ പ്രധാന വെല്ലുവിളി എതിർ പാർട്ടിയായി കുർദ് പാർട്ടി തന്നെ തുർക്കിയിൽ വളർന്നു കഴിഞ്ഞു. എർദോഗാൻ്റെ രാഷ്ട്രീയ സാന്നിധ്യം കുറയ്ക്കുന്ന തരത്തിലേക്ക് ഈ കുർദിഷ് പാർട്ടികൾ പാർലമെൻറ്റിൽ ഇപ്പോൾ സജീവ സാന്നിധ്യത്തിലുണ്ട്. അത് എർദോഗാൻ തന്നെ ഉണ്ടാക്കിയ അല്ലെങ്കിൽ AK പാർട്ടി തന്നെ ഉണ്ടാക്കിയ രാഷ്ട്രീയ വികാസവും കൂടിയിട്ടാണ്. അതുമാത്രമല്ല PKK എന്ന് പറയുന്ന അവരുടെ മാവോയിസ്റ്റ് തീവ്ര മിലിറ്റൻറ്റുകളുമായി സന്ധിക്ക് തയ്യാറാവുകയും അവരുമായി വെടിവെപ്പ് നിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ഇപ്പോഴും പല പ്രാവശ്യവും PKK തന്നെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇതൊക്കെയും ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ മാത്രമാണ്. അതേസമയം തന്നെ ഇത് സൊസൈറ്റിയിൽ വല്ലാണ്ട് വ്യാപിക്കുകയും ചെയ്തു. അതുവരെ ഒരു റിലീജിയസായി മതപരമായി അല്ലെങ്കിൽ ഇസ്ലാമികമായി മുസ്ലിം ചിഹ്നങ്ങൾ സ്വീകരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിക മുസ്ലിം ചരിത്രങ്ങൾ പറയുന്ന സീരിയലുകൾ ഉണ്ടാവാൻ തുടങ്ങി. അതുവരെ തുസിയാദി എന്ന് വിളിക്കപ്പെടുന്ന സെക്യുലറിസ്റ്റ് ബേസ്ഡായ എക്കണോമിക് സംരംഭങ്ങൾക്ക് ബദലായി മുസിയാദി എന്ന് പറയുന്ന ഒരു സംരംഭങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ സോഫ്റ്റ് പോൺ എന്ന പോലും പറയുന്ന തരത്തിൽ തുർക്കിഷ് സിനിമകളും സീരീസുകളും സോപ്പ് ഓപ്പറകളും ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് വ്യത്യസ്തമായി മുസ്ലിം തുർക്കിയുടെ തന്നെ ഖിലാഫത്തിൻ്റെ തന്നെ അവരുടെ ഹെറിറ്റേജ് എടുത്ത് പറയുന്ന തരത്തിലുള്ള സീരിയലുകളും സിനിമകളും കുറച്ചും കൂടി തുർക്കിഷ് കൾച്ചറിനെ അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള സീരിയലുകളും സിനിമകളും സോഫ്റ്റ് പവർ ഡിപ്ലോമസികളും അവിടെ വികസിക്കാൻ തുടങ്ങി. വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്ന ലോകത്തിൽ നിന്നും മാറി നിന്ന തുർക്കിക്ക് ബദലായി വെസ്റ്റ് ഏഷ്യയുടെ മുഴുവൻ രാഷ്ട്രീയ ക്രമത്തിൽ ഇടപെടുന്ന പ്രത്യേകിച്ച് സോഫ്റ്റ് പവർ ഡിപ്ലോമസിയിലൂടെ ഒരു വലിയൊരു ഒരു പ്രാദേശിക ശക്തിയായി തുർക്കി മാറുവാൻ തുടങ്ങി. തുർക്കി അതിൻ്റെ കൂടെ 2000-ന് ശേഷം തുർക്കിക്ക് ഒരു കുറച്ച് ഫോറിൻ പോളിസി ഐഡിയൽസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനം സീറോ പ്രോബ്ലം വിത്ത് നെയ്ബേഴ്സ് എന്നുള്ളതായിരുന്നു. അയൽക്കാരുമായി പ്രശ്നരഹിതമായ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു കാലം അതിൻ്റെ ഭാഗമായി ഇറാനുമായും ഇറാഖുമായും ഈവൻ ഇസ്രായേലുമായും പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ തരത്തിൽ പോലെ ചില നയതന്ത്ര ബന്ധങ്ങൾ പോലും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇസ്രായേലുമായി എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം UN മെമ്പർഷിപ്പുള്ള 2 സ്റ്റേറ്റുകളാണ്. ഏക നാറ്റോ അംഗത്വമുള്ള മുസ്ലിം സ്റ്റേറ്റാണ്. യൂറോപ്യൻ യൂണിയൻ നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും യൂറോപ്യൻ കൗൺസിലും കമ്മിറ്റികളിലും പലതരത്തിലുള്ള എക്കണോമിക് നയതന്ത്ര ബന്ധങ്ങളുള്ള സ്റ്റേറ്റാണ്. ആ ഒരു ബന്ധം നിലനിർത്തണമെങ്കിൽ പലതരത്തിലും ഇസ്രായേലുമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ ഈ പറയുന്ന വിഷയങ്ങളിൽ അനിവാര്യമാണ്. ഇതൊക്കെയും നിങ്ങൾ ഫോറിൻ പോളിസിയോ അല്ലെങ്കിൽ IRO പഠിക്കുമ്പോൾ മനസ്സിലാവും. പലപ്പോഴും ഇസ്രായേലും തുർക്കിന്ന് കേൾക്കുമ്പോൾ ഈ ആവേശ കമ്മിറ്റികളാവുന്ന ചില അവസ്ഥകളൊക്കെ നമുക്കിടയിൽ കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇതൊക്കെയും ചില പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ട വിഷയങ്ങളും കൂടിയിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ പശ്ചിമേഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളിലെ പ്രധാന ഗെയിം പ്ലെയറായും പോലും തുർക്കി വന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അറബ് സ്പ്രിങ് 2011 കാലത്ത് പൊട്ടിപ്പുറപ്പെടുന്നത്. തുർക്കി അല്ലെങ്കിൽ എർദോഗാൻ അറബ് സ്പ്രിങ് സംഭവിച്ചതോടുകൂടി അറബ് തെരുവുകളിലെ ഹീറോ ആയി മാറി. അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട്. 2007
ഷീമോൻ പെരസ് എന്ന് വിളിക്കപ്പെടുന്ന അവരുടെ മുൻ പ്രസിഡൻറ്റും എർദോഗാനും തമ്മിൽ ദാവോസ് എന്ന് പറയുന്ന എക്കണോമിക് ഫോറത്തിൽ ചർച്ച സംഘടിപ്പിക്കുന്നു. ഷീമോൻ പെരസിൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ജനസൈഡറാണ്, കുട്ടികളെ കൊല്ലാൻ മടിക്കാത്തവനാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സീനുണ്ട്. ആ സംഭവം അറബ് ലോകത്ത്, മുസ്ലിം ലോകത്ത് പ്രധാന ഒരു ഹീറോ ആക്കി മാറ്റാൻ അദ്ദേഹത്തിന് കാരണമായി. ഇതിനുശേഷം അറബ് സ്പ്രിങ്ങിനുണ്ടാവുകയും അറബ് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനകൾ നടത്തുകയും മൂർസി അധികാരത്തിലേറുന്ന പശ്ചാത്തലത്തിൽ അവിടെ എർദോഗാൻ്റെയും ഈജിപ്ഷ്യൻ കൊടിയും തുർക്കി കൊടിയും ഒരുപോലെ ഉയർത്തുകയും അവിടെ എർദോഗാന് രാജകീയ വരവേൽപ്പ് ലഭിക്കുകയും ചെയ്യുന്നു. അറബ് നാടുകൾ പലയിടത്തും തുർക്കി കൊടി അവിടുത്തെ ദേശീയ കൊടികൾക്കൊപ്പം ഉയർത്തുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു പശ്ചാത്തലത്തിലാണ് സിറിയയിലും അതുവരെ കുടുംബങ്ങളിൽ എർദോഗാൻ്റെ കുടുംബവും ബഷാർ അൽ അസദിൻ്റെ കുടുംബവും ഒന്നിച്ച് ടൂർ യാത്രകൾ പോലും സംഘടിപ്പിക്കുന്ന ഒരു കഥകളുണ്ടായിരുന്നു. ഈ അറബ് സ്പ്രിംഗ് പശ്ചാത്തലത്തിൽ എർദോഗാൻ ബഷാർ അൽ അസദിനോട് പറഞ്ഞു, കാരണം അതിൻ്റെ വേറെ ചില കാരണങ്ങളുണ്ട്. പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ജനങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കണം, ജനങ്ങൾക്ക് നീതി കൊടുക്കണം, നിങ്ങൾ മാറി നിൽക്കണം എന്ന് പറയുന്ന പ്രസ്താവനയൊക്കെ നടത്തി. പക്ഷേ ബഷാർ അൽ അസദ് അതോടുകൂടി എർദോഗാനുമായി പിണങ്ങുകയും രണ്ട് സ്റ്റേറ്റ് തമ്മിൽ പ്രശ്നമുണ്ടാവുകയും ചെയ്തു. പക്ഷേ അത് അറബ് സ്പ്രിങ്ങിൻ്റെ ഈ ആന്തോളനം സിറിയയിലെത്തുന്നതോടുകൂടി അത് തുർക്കിയെയാണ് സാരമായി ബാധിച്ചത്. 2013 ശേഷം ISS എന്ന് പറയുന്ന നിഗൂഢ സംഘം ഇറാഖ് ഭാഗത്തുണ്ടാവുകയും സിറിയയിലേക്ക് അറ്റാക്ക് ചെയ്യുകയും അതുപോലെ തന്നെ PKK-യുടെ, ഞാൻ നേരത്തെ പറഞ്ഞ കുർദിഷ് മാവോയിസ്റ്റ് മിലിറ്റൻ്റ് ഗ്രൂപ്പുകളുടെ പല സഹോദരി സംഘടനകൾ ഈ സിറിയയുടെ ചുറ്റുപാടുകളുമുണ്ടായി. PYG എന്നും PYD എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നവർ അവർ ഒരുപാട് കുർദുകളെയും തുർക്കികളെയും സിറിയക്കാരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം 3 മില്യണോളം സിറിയക്കാർ തുർക്കിയിലേക്ക് അഭയം തേടി. തുർക്കി അവരെ ഹാർദവമായി സ്വീകരിച്ചു. പക്ഷെ പിന്നീട് സംഭവിച്ചത് ഈ സിറിയക്കാരുടെ സാന്നിധ്യം തന്നെ തുർക്കിയുടെ അല്ലെങ്കിൽ എർദോഗാനിൻ്റെ രാഷ്ട്രീയ ഭാവിയിൽ പ്രധാന വെല്ലുവിളിയായി മാറി. അവിടെ xenophobia, കുടിയേറ്റ വിരുദ്ധത ശക്തമായി. അവസാനം നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും, പ്രസിഡൻഷ്യൽ പൊതു തെരഞ്ഞെടുപ്പുകളിലും AK പാർട്ടിയുടെ ഇസ്താംബൂളിലെയും അൻകാറയിലെയും മറ്റു പല പ്രദേശങ്ങളിലെയും സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അടക്കം പരാജയപ്പെട്ടു. ഏകദേശം 2014 വരെയെങ്കിലും അവിടെ എല്ലാ ലോക്കൽ പ്രാദേശിക ഇലക്ഷനിലും, മേയർ ഇലക്ഷനിലും, മുനിസിപ്പൽ ഇലക്ഷനിലും എല്ലാത്തിലും എർദോഗാൻ്റെ AK പാർട്ടി തന്നെ ജയിക്കുന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നിട്ട് ഈ സിറിയൻ അഭയാർത്ഥികൾ വന്നതോടുകൂടി പിന്നീട് നടക്കുന്ന എല്ലാ ഇലക്ഷനും പരാജയപ്പെട്ടു. പ്രധാനപ്പെട്ട കാരണം സിറിയൻ അഭയാർത്ഥികൾക്കെതിരെയുള്ള കുടിയേറ്റ വിരുദ്ധതയായിരുന്നു. അവരെ കൊണ്ടുവന്ന് കുടിയേറി പാർപ്പിച്ച എർദോഗാനെതിരെയുള്ള പകയായിരുന്നു. അങ്ങനെ വളരെ ഹാർദവമായി സ്വീകരിച്ച ഈ സിറിയൻ അഭയാർത്ഥികൾ തന്നെ എർദോഗാന് വലിയ രാഷ്ട്രീയ തലവേദന ഉണ്ടാക്കി എന്നതും കൂടി സത്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് എർദോഗാൻ അല്ലെങ്കിൽ തുർക്കി സിറിയയുടെ ചില ഭാഗങ്ങൾ, മഞ്ചീബ് പോലുള്ള ഇദ്ലിബിൻ്റെ ചില ഭാഗങ്ങളെല്ലാം തിരിച്ചു പിടിക്കുകയും അവിടെ തുർക്കിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുകയും അവിടെ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് തുടങ്ങുകയും പതുക്കെ ഇവിടെയുള്ള സിറിയക്കാരെ അങ്ങോട്ട് വിടുകയും ചെയ്യുന്ന പരിപാടികളുണ്ടായി. അതായത് അറബ് സ്പ്രിങ്ങോടുകൂടി തുർക്കി സ്വീകരിച്ചിരുന്ന സീറോ പ്രോബ്ലം വിത്ത് നൈബേഴ്സ് എന്ന് പറയുന്ന പോളിസി എടുത്ത് മാറ്റേണ്ടി വന്നു. പല രാഷ്ട്രങ്ങളിലും ഇടപെടേണ്ടി വന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം തുർക്കി തന്നെ അകപ്പെട്ടു പോയ ഈ ഗുലുമാലുകളായിരുന്നു. അതാണ് തുർക്കി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിറിയയിൽ നടന്ന ഈ ഒരു പ്രതിവിപ്ലവത്തിൽ, ബഷാർ അൽ അസദിന് നേരെ നടന്ന ഈ ഒരു മുന്നേറ്റത്തിൽ പ്രധാന മാസ്റ്റർ മൈൻഡായി നിന്നത് തുർക്കി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് തുർക്കി ഫോറിൻ മിനിസ്റ്റർ ഹക്കൻ ഫിദാൻ ജൂലാനിയെ പോയി കാണുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുർക്കിയുടെ AK പാർട്ടിയുടെ പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ MHP, അവിടുത്തെ തീവ്ര വലതുപക്ഷ പാർട്ടി എർദോഗാൻ്റെ സഖ്യകക്ഷിയാണ്. ആ പാർട്ടിയുടെ ലീഡർ ഇപ്പോൾ പ്രഖ്യാപിച്ചത്, ഇപ്പോൾ നമ്മൾ സിറിയ മോചിപ്പിച്ചു, അതിലൂടെ നമ്മൾ ഇനി അടുത്ത ഫലസ്തീൻ മോചിപ്പിക്കാൻ പോവുകയാണെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള ചില കമൻറ്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും എർദോഗാൻ്റെ സഖ്യകക്ഷി നേതാവും ഒക്കെയാണ് പറയുന്നത്. അത് ഒരു വെറും വർത്തമാനമായി മനസ്സിലാക്കേണ്ടതില്ല. കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ഈ അവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ പ്രസ്താവനകൾ ഒരിക്കലും ഒരു സ്വപ്പിംഗ് കമൻ്റായി കാണേണ്ടതല്ല.
അതിൻ്റെ കൂടെ എർദോഗാനും അല്ലെങ്കിൽ തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ള നയനിലപാടുകളാണ് ഇപ്പോൾ എല്ലാവർക്കും പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 50കളിൽ രൂപപ്പെട്ട ഈ കരാറുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലും 2017 ശേഷം 20 വരെ നീണ്ടുനിന്ന ഒരു അബ്രഹാം അക്കോർഡ്സ് എന്ന പേരുള്ള ചില കരാറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം. GCC രാഷ്ട്രങ്ങളും ഒമാനും സുഡാനും ജോർദാനൊക്കെ അടക്കമുള്ള ചില രാഷ്ട്രങ്ങൾ ഇസ്രായേലുമായി പുതിയ ബാന്ധവങ്ങൾ ഉണ്ടാക്കുന്നതോടുകൂടി ഇവരൊക്കെയും നിശബ്ദമായി പോകുന്നൊരവസ്ഥ ഉണ്ടായി. പക്ഷേ ഇവർക്ക് മുമ്പും ഇസ്രായേലുമായി ബന്ധമുണ്ടാക്കിയ തുർക്കി അവർ അവസരം കിട്ടുമ്പോഴൊക്കെ പ്രോ ഫലസ്തീൻ നിലപാട് സ്വീകരിച്ചവരും കൂടാണ്. കമാലിസ്റ്റുകൾ പോലും, മിലിറ്ററി നേതാക്കന്മാരായ കമാലിസ്റ്റുകൾ പോലും പല സന്ദർഭങ്ങളിലും ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചവരും കൂടിയിട്ടാണ്. അത് തുർക്കിയുടെ ഒരു പൊതു നിലപാടാണ്. ഫലസ്തീൻ അനുകൂല നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. അതിന് ഒരു ശീതയുദ്ധക്കാലത്തെ പശ്ചാത്തലവും കൂടിയിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടാണ് കമാലിസ്റ്റുകൾക്കുണ്ടായിരുന്നത്. തുർക്കിയിൽ ഈ PKK എന്ന് പറയുന്ന കുർദ് വിഭാഗങ്ങൾക്കിടയിലാണ് കൂടുതൽ വിഘടനവാദ ചിന്തകളുണ്ടായത്. അവർ നേരെ പോയത് കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ചിന്തകളിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമാലിസ്റ്റുകൾ സ്വന്തമായ ഒരു ഇസ്ലാമിക വ്യാഖ്യാനം ഉണ്ടാക്കാൻ ശ്രമിച്ചത്. തങ്ങളുടേതായ ഇസ്ലാമിക വ്യാഖ്യാനത്തിലൂടെ സ്വന്തം ജനതയെ കമ്മ്യൂണിസത്തിൽ നിന്ന് പോകുന്നതിൽ തടയുക എന്നതും കൂടി അവരുടെ സ്വപ്നമായിരുന്നു. ഈ ഒരു വളർച്ച നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇതൊക്കെ ഞാൻ പറയുന്നത് പ്രോ ഫലസ്തീൻ നിലപാടാണ്. കാരണം അമേരിക്കയ്ക്ക് വിരുദ്ധ നിലപാട് പലപ്പോഴും സ്വീകരിക്കുക, ഇസ്രായേൽ വിരുദ്ധ നിലപാട് സ്വീകരിക്കുക, അതൊക്കെയും തുർക്കിയുടെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിൽ നമുക്ക് കാണാം. ഇപ്പോൾ സംഭവിച്ചത് അതിന് വേറൊരു ചരിത്രവും കൂടെ ഉണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നതിൻ്റെ പുറകിൽ എർദോഗാൻ 2011 ശേഷം ഒരു ഫ്രീഡം ഫ്ലോട്ടില എന്ന് പറയുന്ന ഒരു ഹ്യൂമാനിറ്റേറിയൻ ഷിപ്പിനെ ഗസയിലേക്ക് അയച്ചു. പോകുന്ന വഴി ഇസ്രായേൽ സൈന്യം വെടിവെക്കുകയും 7ഓളം തുർക്കി സിറ്റിസൺ വധിക്കപ്പെടുകയും ചെയ്തു. അതിനുശേഷം ലോക ചരിത്രത്തിൽ ആദ്യമായി, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി ഇസ്രായേലി ബെഞ്ചമിൻ നെതന്യാഹുവിന് സോറി പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടായി. അതായത് തുർക്കി സൊസൈറ്റിയോട് സോറി പറഞ്ഞു. അയാളങ്ങനെ പറഞ്ഞിട്ടില്ല വേറെ ആർക്ക് മുമ്പിലും. അതുമാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവർക്ക് കൊമ്പൻസേഷൻ കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. കുറച്ച് കാലത്തേക്കെങ്കിലും റഫ ബോർഡർ ഉയർത്തേണ്ടി വന്ന സാഹചര്യമുണ്ടായി. തുർക്കിയുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് ഇതൊക്കെയും സംഭവിച്ചത്. അതുമാത്രമല്ല, ഇപ്പോഴും തുർക്കി എന്ന് പറയുന്നത് ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ഇസ്രായേലി വിരുദ്ധമായ എല്ലാ ശക്തികളുടെയും ഒരു സേഫ് ഹേവനായി ഇപ്പോഴും തുർക്കി നിലനിൽക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാ വേളകളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ കൗൺസിൽ മേഖലയിലാവട്ടെ, അല്ലെങ്കിൽ OSCEയുടെ മേഖലകളിലാവട്ടെ, UN-ലാവട്ടെ, അല്ലെങ്കിൽ ജർമ്മനി അടക്കമുള്ള വിവിധ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോൾ അവരുടെയുള്ള പത്രപ്രസ്താവനകളാവട്ടെ, എല്ലായിടത്തും തുർക്കി അല്ലെങ്കിൽ എർദോഗാൻ ഇസ്രായേലി വിരുദ്ധ വർത്തമാനങ്ങൾ പറയുന്നത് ചെറുതായി നമ്മൾ കാണരുത്. ഈ റെട്ടറിക്സ്, ഭരണകർത്താവിൻ്റെ പ്രസ്താവനകളെന്ന് പറയുന്നത് ഫോറിൻ പോളിസിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ്, ഒരു ഇഷ്യൂവാണ്. അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് നമ്മൾ പലപ്പോഴും ഇതൊരു ഇരട്ടത്താപ്പാണെന്ന് പറയുന്നത്. കാരണം ആ സമൂഹത്തിലുണ്ടാക്കുന്ന ഒരു ഇമേജ് വലുതാണ്. കരാറുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഭരണകൂടത്തിനെതിരെ ശക്തമായി സംസാരിക്കാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. അതേസമയം തന്നെയും ഇസ്രായേലി വിരുദ്ധ അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂല സംഘടനകൾക്ക് താവളമൊരുക്കി കൊടുക്കുകയും അവർക്ക് സൈനികമായും സാമ്പത്തികമായും നയതന്ത്രപരമായും പലതരം സഹകരണങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നത് തുർക്കി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഗസയിൽ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷം അവിടെ പലപ്പോഴും അവർക്കുള്ള ആവശ്യമായ വിമാനങ്ങളും അവർക്ക് ആവശ്യമായ ഗുഡ്സും ഹ്യൂമാനിറ്റേറിയൻ സഹായങ്ങളും തുർക്കി ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിലപാടുകൾ പലരും എടുക്കുന്നത്. മറ്റൊരു പ്രധാന പ്രശ്നം ഈ അടുത്ത് ചില വന്ന വാർത്തകളാണ്. അത് തുർക്കി ഇസ്രായേലിലേക്ക് എണ്ണ നൽകുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു. ഷിപ്പ് പോകുന്നു. യഥാർത്ഥത്തിൽ അസർബൈജാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ്. അത് അവരുടെ എണ്ണ പോകുന്നു തുർക്കിയുടെ വഴി കൂടെയാണ്. അത് തടയാൻ തുർക്കി കഴിയില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധവും തുർക്കിയും തമ്മിലുള്ള ബന്ധവും പ്രശ്നം വരും. ഞാൻ ഈ പറയുന്നത്, നമ്മൾ ഈ ഒരു ഐഡിയോളജിക്കലി ചിന്തിക്കുമ്പോഴും പ്രായോഗിക രാഷ്ട്രീയവും അന്താരാഷ്ട്ര നിയമങ്ങളും ഒക്കെയും ഇതിൽ കോംപ്ലിക്കേറ്റഡായി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ. ജർമ്മനിയുടെ ഒരു ഷിപ്പിനെ തുർക്കി സിറ്റിസൺ തടയുന്നതും അത്
തുർക്കി ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ വന്നു. യഥാർത്ഥത്തിൽ ജർമ്മനിയുടെ കപ്പലാണ്, അത് തുർക്കിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ചില അനിവാര്യതകളും നിർബന്ധിതാവസ്ഥകളും തുർക്കി ഇപ്പോഴും നേരിടുന്നുണ്ട്. അതുമാത്രമല്ല, പലപ്പോഴും ഇസ്രായേലിനെ അന്താരാഷ്ട്ര ലെവലിൽ സമ്മർദ്ദത്തിലകപ്പെടുത്തുവാനും പലവിധ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കുവാനും തുർക്കി പലപ്പോഴും ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ അർമീനിയൻ അസർബൈജാൻ യുദ്ധം നോക്കുമ്പോൾ അസർബൈജാൻ്റെ പ്രധാനപ്പെട്ട ഒരു സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. പക്ഷേ എന്നാൽ ആ ഒരു മേഖലയിൽ ഇസ്രായേലിനെ ഒതുക്കുകയും തുർക്കിയും അസർബൈജാൻ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുകയും ചെയ്യുന്ന ചില രാഷ്ട്രീയ നയതന്ത്ര ഇടപെടലുകളൊക്കെയും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും ഈ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന തരത്തിലാണ് തോന്നുന്നത്. അത് വളരെ തെറ്റായ നിലപാടുകളാണ്. ഉള്ള പല നയതന്ത്ര ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് അതങ്ങനെ കീപ്പ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ്. എന്നാൽ പോലും പുതിയ ട്രേഡ് ബന്ധങ്ങളൊക്കെയും ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളും കൂടി തുർക്കിയുടെ ഈ സമകാലിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതൊക്കെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഫോറിൻ പോളിസി വിഷയങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച, ആധുനിക ലോകത്ത് ഭരിച്ച ഒരു ഖിലാഫത്തിൻ്റെ സെൻറ്റർ എന്ന നിലയിൽ ഇസ്ലാമിനോട് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു സ്റ്റേറ്റും കൂടിയാണ് തുർക്കി. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾക്ക് നടുവിൽ പോലും ഫുആദ് സസ്കിൻ എന്ന് പറയുന്ന പണ്ഡിതനെ നിങ്ങൾ തിരിച്ചറിയണം. കുർദിഷ് വംശജനായ, തുർക്കി വംശജനായ, കുർദ് വിഭാഗത്തിൽപ്പെട്ട അദ്ദേഹം ഏകദേശം ആധുനിക ഇസ്ലാമിക ശാസ്ത്രജ്ഞന്മാരിൽ മുമ്പനാണ്. പലർക്കും അദ്ദേഹത്തെ അറിയില്ല. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തുർക്കി എന്നത് നമ്മളുടെ കേരളത്തിലെയോ ഈ സൗത്ത് ഏഷ്യൻ ഭാഗത്തെയോ അറബ് ലോകത്തെയോ വെസ്റ്റ് ഏഷ്യൻ ലോകത്തെയോ സിലബസുകളിൽ പെടുന്നില്ല. തുർക്കി പണ്ഡിതന്മാരെയോ തുർക്കി സയൻറ്റിസ്റ്റുകളെയോ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നില്ല. തുർക്കി ഭാഷയോടുള്ള വിരോധമാവാം, തുർക്കിഷ് വംശത്തോടുള്ള വിരോധമാവാം, തുർക്കിയുടെ രാഷ്ട്രീയത്തോടുള്ള വിരോധമാവാം, അല്ലെങ്കിൽ തുർക്കിയുടെ ചരിത്രത്തോടുള്ള വിരോധമാവാം. അതുകൊണ്ട് പല പേരിൽ ഇപ്പോഴും ദീനി മദാരസുകളിൽ ഒരു തുർക്കിഷ് പണ്ഡിതൻ്റെ പേര് പോലും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോഴും ദീനി മദാരസുകളിൽ ആ സിലബസിൽ പോലും നമുക്ക് തുർക്കിയുടെ ഒരു പരാമർശം പോലും കാണുവാൻ കഴിയില്ല. പലപ്പോഴും ഒരു റേസിസ്റ്റ് സ്വഭാവം പോലും നമ്മൾ തുർക്കിയോടുകൂടി പുലർത്തുന്നു എന്ന് പോലും അവർ സംശയം പ്രകടിപ്പിക്കുന്നത് കാണാം. ഇതൊക്കെയും ഞാൻ പറഞ്ഞു വരാൻ പ്രധാനപ്പെട്ട കാരണം, ഇന്ന് തുർക്കി ലോകത്ത് അവിഭാജ്യമായ ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തുർക്കിയെ കൂടുതൽ തിരിച്ചറിയുക, അവരുടെ ചരിത്രവും അവരിപ്പോൾ വന്ന മാറ്റങ്ങളും അതിലൂടെ തന്നെ സമൂഹത്തിലുണ്ടാക്കിയ പരിവർത്തനങ്ങളും അതൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലൂടെ കൂടുതൽ തിരിച്ചറിയുക എന്നുള്ള ഉദ്ദേശമാണ് ഞാൻ എൻ്റെ ബുക്കിലൂടെ പ്രധാനമായും ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ തുർക്കിയുമായി ബന്ധപ്പെട്ട ഒരു 20ഓളം ചാപ്റ്ററെങ്കിലും ഉസ്മാനി ഖിലാഫത്തിൻ്റെ പതനത്തോട് തുടങ്ങി ഇപ്പോൾ സമകാലിക തുർക്കി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക വിഷയങ്ങളും ഞാൻ എൻ്റെ ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ വായിക്കുക, കൂടുതൽ അറിയുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും ഈ ചർച്ചകൾ ശ്രദ്ധിക്കുകയും കൂടുതൽ തുർക്കിയെക്കുറിച്ച് അറിയുകയും, തുർക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്റ്റേറ്റ്, സ്വതന്ത്രമായ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയ ഒരു മുസ്ലിം സ്റ്റേറ്റ് എന്ന നിലയിൽ അതിപ്പോഴും അവരുടെ സ്ഥാനം വെസ്റ്റ് ഏഷ്യൻ, നോർത്ത് ആഫ്രിക്കൻ അല്ലെങ്കിൽ ആഗോള രാഷ്ട്രീയത്തിൽ പ്രധാനമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.